ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ യഥാർത്ഥ പേരോ അല്ലെങ്കിൽ ജെൻഡറോ പോലും വെളിപ്പെടുത്താത്ത വ്യക്തിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വ്യക്തിപരമായ ഒരു ആവശ്യത്തിനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അപ്പോൾ വിഷയം പരിഹരിക്കാമെന്നും പിന്നീട് വിളിച്ച് അറിയിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം ഫോൺ നമ്പർ വാങ്ങിയെന്നും അന്ന് രാത്രി മുതൽ വളരെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചത് എന്നുമാണ് ഇരയെന്ന് അവകാശപ്പെടുന്ന ഈ വ്യക്തി ആരോപിക്കുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ തുടർച്ചയായി അശ്ലീല പദപ്രയോഗങ്ങളും ചിത്രങ്ങളും അയക്കുകയും വീഡിയോ കോളിലൂടെ നഗ്നത പ്രദർശനം നടത്തുകയും ചെയ്തു എന്നും ആരോപണമുണ്ട്. ഷാനു എന്ന പേരാണ് ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ളത്. കേരള രാഷ്ട്രീയത്തിലെ അതിശക്തനായ ഒരു നേതാവിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എൻ്റെ ജീവന് വലിയ ഭീഷണിയുണ്ട്. അതുകൊണ്ട് സ്വന്തം പ്രൊഫൈലിൽ നിന്നും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എനിക്ക് ഭയമുണ്ട് എന്നും ഇരയെന്ന് അവകാശപ്പെടുന്ന ഈ വ്യക്തി പറയുന്നു. പോലീസ് എൻ്റെ വിലാസം കണ്ടെത്തി എന്നെ സമീപിക്കുകയാണെങ്കിൽ എൻ്റെ ഫോണിലുള്ള മെസ്സേജുകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള സകല തെളിവുകളും കൈമാറാൻ ഞാൻ സന്നദ്ധനാണെന്നും ഇയാൾ പറയുന്നുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതാണെന്ന രീതിയിലുള്ള ഒരു അർദ്ധനഗ്ന ഫോട്ടോയും ഈ വ്യക്തി അതോടൊപ്പം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഷാനു എന്ന പേര് നൽകിയിരിക്കുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തട്ടമിട്ട ഒരു സ്ത്രീയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച സംഭവത്തിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് സൂചന. ശിഹാബ് തങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ വേണ്ടി മാത്രം നിർമ്മിച്ച വ്യാജ ഐഡിയിൽ നിന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. VPN സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തായ്വാനിൽ നിന്നും ലോഗിൻ ചെയ്താണ് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കുന്നതെന്ന് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. മറ്റൊരു രാജ്യത്തിന്റെ IP അഡ്രസ്സാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ആരോപണം പോസ്റ്റ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ID കാണാതാവുകയും ചെയ്തു. വിവാദ പോസ്റ്റ് പിൻവലിച്ചതിന് പിന്നാലെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസിൽ പരാതി നൽകിയതോടെ പിടി വീഴുമെന്ന് ഉറപ്പായതോടെയാണ് അക്കൗണ്ട് അടിയന്തരമായി നീക്കം ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത്. സംഭവത്തിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ നീക്കമാണിതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഇത്തരം വ്യാജ പ്രചരണങ്ങളെ എന്ത് വില കൊടുത്തും നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യക്തിപരമായ തേജോവധം ലക്ഷ്യമിട്ടുള്ള ഇത്തരമൊരു ഗൂഢാലോചനയിൽ ആരും വഞ്ചിതരാകരുത്. അടിയന്തരമായി പ്രതികളെ കണ്ടെത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി തന്റെ കുറിപ്പിൽ പറയുന്നു. എന്തായാലും ഈ സംഭവം ഇടതുപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും ലീഗും UDFും എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നുണ ഫാക്ടറിയുടെ സഹായത്തോടെയാണ് ഈ വ്യാജ പ്രചാരണമെന്നും മലപ്പുറം ജില്ലയിലെ ഒരു മുൻ മന്ത്രിയും നിലവിൽ MLAയുമായ നേതാവിന്റെ കറുത്ത കരങ്ങളും കുനിഷ്ഠ ബുദ്ധിയുമാണ് ഇതിന് പിന്നിലെന്നുമാണ് ലീഗ് അണികൾ പറയുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ പോരാടി ജയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ ഇടത് നേതാക്കൾ തങ്ങളുടെ സൈബർ അണികളെ ഇത്തരം ചീഞ്ഞ കളികൾക്കായി കയറൂരി വിട്ടിരിക്കുകയാണെന്ന് UDF ആരോപിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ KM ഷാജി, PK ഫിറോസ് തുടങ്ങിയ നേതാക്കളും ഈ വിഷയത്തിൽ കടുത്ത നിലപാടുമായി രംഗത്തുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഈ സൈബർ ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുമെന്ന് UDF സൈബർ പോരാളികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെ രാഷ്ട്രീയമായി വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് UDFന്റെ ശ്രമങ്ങൾ. എന്നാൽ മുസ്ലിം ലീഗുകാർക്കല്ലാതെ മറ്റാർക്കും തന്നെ ഇത്തരം നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യാനാവില്ല എന്നാണ് ഇടത് സൈബർ വിങ്ങുകളിൽ ഉയരുന്ന അഭിപ്രായം.